ഉദർച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്ത് എന്ന പ്രമേയവുമായിട്ടാണ് നാം ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട ദക്ഷിണയുടെ സമാദരണീയനായ പ്രസിഡന്റായിരുന്ന ചേലക്കുളം ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് ചേലക്കുളത്ത് നിന്ന് സമാരംഭം കുറിക്കപ്പെട്ട ഈ വാർഷികാഘോഷ സമ്മേളനങ്ങൾക്ക് ദക്ഷിണയുടെ കാര്യദർശികളായ മഹാപണ്ഡിതന്മാര് മാനവ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ച ഒരു വലിയ പ്രമേയമുണ്ട്. ഉറച്ച ആദർശം, ഒരുമയുള്ള ഉമ്മത്ത്. ഉറച്ച ആദർശം, ഒരുമയുള്ള ഉമ്മത്ത്. ഒരുപാട് വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് ചർച്ച ചെയ്യുകയും വലിയ വലിയ സെമിനാറുകളിലൂടെയും ചർച്ചാ സമ്മേളനങ്ങളിലൂടെയും വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും സമകാലികമായി ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വലിയൊരു പ്രമേയമാണ് ഉറച്ച ആദർശം, ഒരുമയുള്ള ഉമ്മത്ത് എന്ന് പറയുന്നത്. ഉറച്ച ആദർശം എന്ന് പറയുമ്പോ ഏറ്റവും പ്രധാനമായി അതിൽ കടന്നു വരുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉറച്ച ആദർശമാണ്. ആ ഉറച്ച ആദർശം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ദീനിന്റെ സംശുദ്ധമായ ഈ ഉറച്ച ആദർശങ്ങളും ഈ ഇസ്ലാമിക ആദർശങ്ങളും മഹാന്മാരായ സഹാബത്ത് ഏറ്റെടുത്തപ്പോ ആ ആദർശത്തിന്റെ വിശുദ്ധിക്ക് അല്പം പോലും പോരലേൽക്കാതെ മഹാന്മാരായ സഹാബത്ത് ആ താബിഈങ്ങളിലേക്ക് ആ ദീൻ പകർന്നു നൽകുകയാണ്. അറഫാത്തിന്റെ മലമുകളിൽ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 വർഷക്കാലത്തെ ത്യാഗോജ്ജലമായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ സമാപനം, ആ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മഹാവിളംബരം അറഫാത്തിലെ മലമുകളിൽ വെച്ച് ലക്ഷക്കണക്കിന് സഹാബത്തിന്റെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുമ്പോ അന്നൊരു ലോകത്തൊരു പുതിയ ചരിത്രം പിറക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നിയോഗിതരായ 1,24,000 പ്രവാചകന്മാരിലൂടെ ഖാലിഖായ സുബ്ഹാനഹു വ തആല ഏതൊരു ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടിയാണോ ആ ആത്മാർത്ഥതയുടെ ത്യാഗോജ്ജലമായ ജീവിതത്തിന്റെ സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ആ ഇസ്ലാമിക പ്രബോധനത്തെ ഏറ്റെടുത്ത് ജീവിച്ച് ആഖിറത്തിലേക്ക് യാത്രയായ 1,24,000 പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന്റെ മഹാപ്രഖ്യാപനമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 632 അറഫാത്തിന്റെ മലമുകളിൽ സാക്ഷിയാക്കി പ്രഖ്യാപിച്ചത്. ആ നിബിധങ്ങൾ പകർന്നു തന്ന ആ ഉറച്ച ആദർശത്തിന്റെ ഉദാത്തമായ മൂല്യങ്ങൾ സഹാബത്ത് ഹൃദയാന്തർഭാഗത്ത് ഏറ്റുവാങ്ങി ആ ആദർശങ്ങൾക്കോ ആ ആശയങ്ങൾക്കോ യാതൊരു മൂല്യശോഷണവും സംഭവിക്കാതെ അവരവരുടെ പിൻഗാമികളായ താബിഈങ്ങളിലേക്ക് പകർന്നു നൽകി. താബിഈങ്ങൾ താബിഈങ്ങളിലേക്ക് അങ്ങനെ പരമ്പരാഗതമായി അയിമ്മത്തുകളിലൂടെ മുഹദ്ദിഥീങ്ങളിലൂടെ മുഫസ്സിരീങ്ങളിലൂടെ സൂഫികളായ ഔലിയാക്കന്മാരായ മഹാപണ്ഡിതന്മാരിലൂടെ പകർന്നു തന്ന് 2025 ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെയും കൈകളിലേക്ക് സുരക്ഷിതമായി എത്തിപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉറച്ച ആദർശമാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം. ആ ആദർശത്തിൽ ഏതെല്ലാം സങ്കീർണമായ ജീവിതത്തിന്റെ സന്നിഗ്ധമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയാലും ആ നാം ഓരോരുത്തരും അഥവാ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയ ആ ആദർശത്തിൽ ഒരു വിള്ളൽ പോലും ഉണ്ടാകുവാൻ, ഒരു വെള്ളം ചേർക്കൽ സംഭവിക്കുവാൻ ദക്ഷിണ കേരളയോ അതിന്റെ പ്രവർത്തകരോ ഒരിക്കലും സന്നദ്ധമാവുകയില്ല, തയ്യാറാവുകയില്ല. നീക്കുപോക്കുകൾക്കും എന്താ പറയുക, നീക്കുപോക്കുകൾക്കും കരാറുകൾക്കും ഒരിക്കലും നമ്മൾ തയ്യാറല്ല. ഈ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാത്വികരായ സൂഫികളായ ഇൽമിന്റെ മഹാസാഗരങ്ങളായ മഹാപണ്ഡിതന്മാർ ഈ മഹാപ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുമ്പോൾ ഏതൊരു ആദർശത്തിന്റെ പ്രബുദ്ധതയോടുകൂടിയാണോ അവർ ഈ പ്രസ്ഥാനത്തിന് വെള്ളവും വളവും നൽകിയത്, ആ ആശയത്തിന് ഒരു പോറല് പോലും ഏൽക്കാതെ ഈ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇതിന്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാരായ ഗുരുനാഥന്മാര് കാത്തു സൂക്ഷിക്കുന്നു എന്നത് അഭിമാനത്തോടെ ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുന്നതാണ്. അതാണ് ഉറച്ച ആദർശം, ഒരുമയുള്ള ഉമ്മത്ത്.